മോണ്ടിസോറി എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ? മോണ്ടിസോറി എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് സ്മോൾ സ്ഥലത്തിന്റെ പേരാണോ, സിനിമയുടെ പേരാണോ? എന്താ മോണ്ടിസോറി എന്ന് പറയുകയാണെങ്കിൽ ആർക്കെങ്കിലും അറിയോ? ഇവിടെ ജോയിൻ ചെയ്ത് ആർക്കും അറിയില്ല അല്ലെ? മോണ്ടിസോറി കേട്ടിട്ടുണ്ട്. കേട്ടിട്ടേ ഉള്ളൂ. യെസ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് പറയാം. മോണ്ടിസോറി എന്ന് പറയുകയാണെങ്കിൽ സംസാരിച്ചു കഴിഞ്ഞ ഉടനെ മ്യൂട്ട് അടിച്ചു വെച്ചോളൂ കേട്ടോ. മോണ്ടിസോറി എന്ന് പറയുകയാണെങ്കിൽ ഒരു ലേഡിയുടെ പേര്, ഒരു സ്ത്രീയുടെ പേരാണ്. മറിയ മോണ്ടിസോറി എന്നാണ്. മറിയ മോണ്ടിസോറി എന്ന് പറയുകയാണെങ്കിൽ 120 കൊല്ലം മുമ്പ് ജീവിച്ച ഒരു ലേഡിയാണ്. 120 കൊല്ലം മുമ്പ്. അത് നമ്മുടെ നാട്ടിലൊന്നുമല്ല, അങ്ങ് ഇറ്റലിയിൽ ജീവിച്ച ഒരു ലേഡിയാണ്. ഒരു ഇറ്റലിക്കാരത്തിയാണ്. 120 അല്ല, 150 കൊല്ലം മുമ്പ് ജീവിച്ച ഒരു ലേഡിയാണ് മറിയ മോണ്ടിസോറി എന്ന് പറഞ്ഞത്. ഇറ്റലി എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ആദ്യം ഓർമ്മ വരിക? നമുക്ക് സോണിയാഗാന്ധിയുടെ ഓർമ്മ വരും, പിസ്സോ അല്ലെ, പിസ്സ, ഇറ്റാലിയൻ ഫുഡ്, അതൊക്കെയല്ലേ വരിക. അപ്പൊ അതിന്റെ ഒപ്പം ഒന്നും കൂടി നിങ്ങൾ ഓർത്തോളൂ. നിങ്ങൾക്ക് ഈ പഠിക്കാൻ പോകുന്ന സബ്ജക്റ്റായ മറിയ മോണ്ടിസോറി ഇറ്റലിക്കാരിയാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്താണ് ഇറ്റലിന്റെ ഈ മറിയ മോണ്ടിസോറി എന്ന് പറയുന്നത് TTC പേരിട്ടത് എന്നല്ലേ? നിങ്ങളുടെ വീട്ടിൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടോ? ചെറിയ കുട്ടികളെ 10 വയസ്സിന് താഴെയുള്ളവരൊക്കെ ഉള്ള കുട്ടികളുള്ളവരുണ്ടോ? ഇവിടെ ജോയിൻ ചെയ്തതിൽ ഒരു തംസപ്പ്. യെസ്. അവരെ നിങ്ങൾ രാവിലെ എങ്ങനെയോ സ്കൂളിലേക്ക് വിടുക? ഈ 10 വയസ്സിൽ രാവിലെ അവരെ വിളിച്ച് എണീക്കുകയോ? ഇല്ലല്ലോ. പെട്ടെന്ന് എണീക്കൊന്നുമില്ലല്ലോ. ഒന്ന് കുളിക്കൊക്കെ വിളിക്കണ്ടേ? പിന്നെ അതിനുശേഷം എന്താണ്? ബാത്റൂമിൽ പോകും, ഫുഡ് കഴിക്കാൻ മടി, യൂണിഫോം ഇടാൻ മടി, സ്കൂളിൽ പോണ്ടാന്ന് പറയും. ഒരു ഹറി ബറി അല്ലേ രാവിലെ നിങ്ങൾക്ക് എണീച്ചിട്ട് കുട്ടികളൊന്ന് ഒരുക്കി സ്കൂളിലേക്ക് വിടുന്ന സമയം വരെ? വീട്ടിലൊരു ഹറി ബറി അല്ലേ നിങ്ങൾക്ക്? ഒരു തിക്കും തിരക്കും അല്ലേ? കുട്ടികളെ സ്കൂൾ ബസ്സിലോ ജീപ്പിലോ വാനിലൊക്കെ കയറ്റി വിട്ട് കഴിഞ്ഞാൽ ഒരു മഴ പെയ്ത് നിന്ന മാതിരി ആയിരിക്കും അല്ലേ? വീട് ഒരു ശാന്തത. ഒരു 2-3 കുട്ടികളുണ്ടെങ്കിൽ വളരെ കഷ്ടമല്ലേ? എല്ലാരെയും എണീപ്പിക്കണം, ഫുഡ് കഴിപ്പിക്കണം, ബാത്റൂം പോയിക്കണം, പാക്ക് ചെയ്യണം, മുടി കെട്ടി കൊടുക്കണം, ഷൂ സോക്സ് ഇടണം, എല്ലാം കഴിയുമ്പോ അല്ലേ? അപ്പൊ ഞാൻ നിങ്ങളോട് ഇത് പറയാൻ കാരണം, ഒരു 150 കൊല്ലം മുമ്പ് ഇറ്റലിയിൽ മറിയ മോണ്ടിസോറി ഉണ്ടായിരുന്നു. ആക്ച്വലി മറിയ മോണ്ടിസോറി ഒരു ഡോക്ടറാണ്, ഒരു ഫിസിഷ്യനാണ്. അപ്പൊ മറിയ മോണ്ടിസോറി രാവിലെ എണീച്ച് ഇങ്ങനെ അടുത്ത അയൽവക്കത്തൊക്കെ നമ്മളൊരു ഒക്കെ നോക്കുമല്ലോ, ഒന്നൊരു നോട്ടം നോക്കുമ്പോ എല്ലാ വീട്ടിലും ഒച്ചയും ബഹളവും, കുട്ടികളെ സ്കൂളിലേക്ക് വിടുന്നത് ആകെ ബഹളമായിരിക്കും. പിന്നെ സ്കൂളിലേക്ക് എങ്ങനെയൊക്കെയോ വിട്ട് വന്ന് വൈകുന്നേരം കുട്ടികൾ വീട്ടിലെത്തിയാൽ അച്ഛനമ്മമാര് കുട്ടികളെ എടുത്ത് പഠിപ്പിക്കുക, പഠിച്ചില്ലെങ്കിൽ ചീത്ത പറയുക. അങ്ങനെ ഇതൊക്കെ കണ്ട് കുറെ ദിവസം കഴിയുമ്പോൾ മറിയ മോണ്ടിസോറിക്ക് ഒരു സംശയം. മറിയ മോണ്ടിസോറി പറഞ്ഞു, ഇങ്ങനെ ചെറിയ കുട്ടികളെ കഷ്ടപ്പെടുത്തി ശരിയാവില്ല. ഇവർക്ക് എന്തെങ്കിലും ഒരു പുതിയൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം, ഈ 10 വയസ്സിന് താഴെയുള്ളവർക്ക് എന്തെങ്കിലും ഒരു പുതിയൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം കണ്ടുപിടിക്കണം എന്ന് വിചാരിച്ച് ഡോക്ടറായ മറിയ മോണ്ടിസോറി ഒരു 5-6 കൊല്ലം കുറെ റിസർച്ച് ഒക്കെ നടത്തി. ഒരുപാട് റിസർച്ച് ഒക്കെ നടത്തി ഒരു പുതിയൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം, ഒരു സമ്പ്രദായം കൊണ്ടുവന്നു. അതാണ് മറിയ മോണ്ടിസോറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിനിട്ട പേരാണ് മറിയ മോണ്ടിസോറി. അങ്ങനെ ആ സിസ്റ്റം കൊണ്ടുവന്ന ശേഷം മറിയ മോണ്ടിസോറി എന്താ അറിയോ ചെയ്തത്? മറിയ മോണ്ടിസോറിയുടെ വീട്ടിന്റെ അടുത്ത് ഒരു ബിൽഡിങ്, നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ തുന്നാൻ അറിയുന്നവരൊക്കെ ഉണ്ടോ? ഇതില് നിങ്ങളുടെ ജോയിൻ ചെയ്തതിൽ തുന്നാൻ സ്റ്റിച്ച് യെസ്. നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് ആദ്യം ചെയ്യുക? ആദ്യം തന്നെ പോയി നല്ല സിൽക്കിന്റെ പട്ടിന്റെ ഒക്കെ തുണി മേടിച്ച് സ്റ്റിച്ച് ചെയ്യോ? ഇല്ലല്ലോ. വീട്ടിൽ വല്ല അങ്ങനെ ദുപ്പട്ടയോ സാരിയോ ഉണ്ടെങ്കിൽ അതൊക്കെ മുറിച്ചിട്ട് ഒന്ന് അതിന്റെ മുകളിൽ ഒരു പരീക്ഷണം നടത്തിയിട്ട് അത് സക്സസ് ആയാലല്ലേ പുതിയത് മേടിക്കുള്ളൂ, മെറ്റീരിയൽ മേടിക്കുള്ളൂ. യെസ്. അതേമാതിരി മറിയ മോണ്ടിസോറി സിസ്റ്റം കണ്ടുപിടിച്ച ശേഷം വീട്ടിന്റെ തൊട്ടടുത്ത് ഒരു ബിൽഡിംഗ് റെന്റിനെടുത്ത് വീട്ടിലത്തെ ചുറ്റുവട്ടത്തുള്ള ഒരു 50 കുട്ടികളെ അവിടെ ഇരുത്തിയിട്ട് ഈ മറിയ മോണ്ടിസോറി കണ്ടുപിടിച്ച എഡ്യൂക്കേഷൻ സിസ്റ്റം അങ്ങോട്ട് അപ്ലൈ ചെയ്ത് നോക്കി. അപ്പൊ മറിയ മോണ്ടിസോറിക്ക് 3-4 കാര്യങ്ങൾ മനസ്സിലായി. ഒന്നാമത്, കുട്ടികൾക്ക് സ്കൂളിൽ വരാൻ ഭയങ്കര ഇഷ്ടം. പിന്നെ കുട്ടികൾ സ്വയം അവരെ കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് ചെയ്യുക. ഷൂ ഇടുക, സോക്സ് ഇടുക, ഫുഡ് കഴിക്കുക, മുടി കെട്ടുക, എല്ലാതും കുട്ടികൾ ഒറ്റയ്ക്കാ ചെയ്യുന്നത്. അവർക്ക് സങ്കടമില്ല, കരച്ചിലില്ല. പിന്നെ അവരെന്താ കഴിഞ്ഞാൽ അവരെ ബുക്ക് കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് മടക്കി വെക്കുക, ഇതാക്കുക, ഭയങ്കര സന്തോഷം അവർക്ക്. പിന്നെ മറിയ മോണ്ടിസോറി നോട്ട് ചെയ്തത്, പഠിക്കാൻ കുറച്ചൊരു വീക്കായ കുട്ടികൾക്ക് എന്താണ് ഈ മോണ്ടിസോറി സിസ്റ്റത്തിൽ പഠിക്കുമ്പോൾ കുട്ടികൾക്ക് സന്തോഷം കിട്ടുന്നുണ്ട്, അവർക്കൊന്നും കൂടി പഠിക്കാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ 3-4 കാര്യങ്ങൾ മറിയ മോണ്ടിസോറി നോട്ട് ചെയ്ത് വെച്ചു. അപ്പൊ മറിയ മോണ്ടിസോറി എന്ത് ചെയ്തു? സക്സസ് ആയി മറിയ മോണ്ടിസോറിയുടെ ആ സിസ്റ്റം. അപ്പൊ തന്നെ ഇറ്റലിയിലത്തെ ഗവൺമെന്റിനോട് പറഞ്ഞ് ഇറ്റലിയിൽ മോണ്ടിസോറി സ്കൂൾസ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഓരോ ഇംഗ്ലണ്ട്, അമേരിക്ക ഇങ്ങനെ പോയി നമ്മുടെ ഇന്ത്യയിൽ അവസാനെത്തി. നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ, സ്വാതന്ത്ര്യമൊക്കെ കിട്ടുന്നതിന്റെ കുറച്ച് മുമ്പ് ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യയിലും ഈ മോണ്ടിസോറി സ്കൂൾസ് ഒക്കെ തുടങ്ങി. അതാണ് അപ്പൊ എല്ലാ സ്കൂളിൻ്റെത് മോണ്ടിസോറി സ്കൂൾസ് എന്നുള്ള
പേരിലും ഈ കോഴ്സിന് മോണ്ടിസോറി സർട്ടിഫിക്കറ്റ് എന്നുള്ള പേരിലുമാണ് അറിയപ്പെട്ടത്. അതാണ് ഈ മോണ്ടിസോറി എന്നുള്ള വാക്ക്. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയോ എന്താ മോണ്ടിസോറി എന്ന് പറഞ്ഞാല്? ആദ്യം അറിയില്ലായിരുന്നല്ലോ. എന്തോ വല്ല സിനിമാ പേരോ സ്ഥലപ്പേരോ മറ്റിയാവൂലെ വിചാരിച്ചത്. അതൊന്നുമല്ല. അപ്പൊ ഈ ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ കൊടുക്കുന്ന അതിലെല്ലാത്തിലും മോണ്ടിസോറി TTC, മോണ്ടിസോറി ഡിപ്ലോമ, PG ഡിപ്ലോമ ഇൻ മോണ്ടിസോറി അങ്ങനെ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും, ശരി ഞാനിപ്പോ ഈ മോണ്ടിസോറി കോഴ്സൊക്കെ കഴിഞ്ഞു, ഇതൊക്കെ കഴിഞ്ഞാല് എത്ര കാലം വീട്ടിലിരുന്ന് പഠിക്കുന്നവര്, ഒരു ഗ്യാപ്പ് കഴിഞ്ഞ് പഠിക്കുന്നവരുണ്ടാവും. ഇതിലൊക്കെ ജോയിൻ ചെയ്തു, സിറാജ് സാർ പറഞ്ഞ മാതിരി 5 പേപ്പറൊക്കെ പഠിച്ച് കഴിഞ്ഞ് പുറത്തു വന്നാൽ എനിക്ക് എന്താ ജോലി കിട്ടുക എന്നുള്ളത് അല്ലേ? നിങ്ങൾക്കൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവില്ലേ? ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? അതാണ്. നിങ്ങൾക്കറിയോ നമ്മുടെ കേരളത്തിൽ എത്ര പിന്നെ കിൻഡർ ഗാർഡൻ സ്കൂൾ ഉണ്ട്, LKG UKG എത്ര സ്കൂൾസ് ഉണ്ട് നിങ്ങൾക്ക് അറിയോ? എത്ര ഗവൺമെന്റ് സ്കൂൾ ഉണ്ട് എന്നറിയോ? എത്ര അങ്കണവാടികൾ ഉണ്ട് എന്നറിയോ? നമ്മുടെ കേരളത്തിൽ മാത്രമായിട്ട് 34,000 അങ്കണവാടികൾ ഉണ്ട്. അറിയോ നിങ്ങൾക്ക്? 34,000 അങ്കണവാടികൾ. പിന്നെ നമ്മുടെ എല്ലാ ഗവൺമെന്റ് സ്കൂളിലും ഇപ്പൊ LKG UKG KG സെക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതറിയോ നിങ്ങൾക്ക്? പിന്നെ അതുകൂടാതെ എയ്ഡഡ് സ്കൂള്, പ്രൈവറ്റ് സ്കൂൾ, ഇംഗ്ലീഷ് മീഡിയം സ്കൂളൊക്കെ ആയിട്ട് വേറെ ഉണ്ട്. പ്ലേ ക്ലാസ്സസ്, ഡേ കെയർ, അങ്ങനെയായിട്ട് അത് വേറെതും ഉണ്ട്. അപ്പൊ ഇപ്പത്തെ ഗവൺമെന്റിന്റെ കണക്ക് പ്രകാരം എങ്ങനെയാണെന്ന് അറിയോ? ഒരു കൊല്ലം കേരളത്തിൽ 15,000 മുതൽ 20,000 വരെയുള്ള വേക്കൻസി ഉണ്ട്. ഈ മോണ്ടിസോറി ടീച്ചേഴ്സിന് 15,000 മുതൽ 20,000 വരെ കിട്ടാനില്ല. മോണ്ടിസോറി ടീച്ചേഴ്സിന് ചെറിയ കുട്ടികളെ പഠിപ്പിക്കാന്ന്. ഇപ്പൊ LKGയിൽ ചേരുന്നതിന്റെ മുമ്പ് നിങ്ങളുടെ കുട്ടികളൊക്കെ ഒന്നുകിൽ പ്ലേ ക്ലാസ്സിൽ പോയിട്ടുണ്ടാവും അല്ലെ, അല്ലെങ്കിൽ അങ്കണവാടി പോയിട്ടുണ്ടാവും. അങ്ങനെയല്ലേ LKGക്ക് വരിക നിങ്ങളുടെ കുട്ടികള്? യെസ്. അപ്പൊ ഒരുപാട് പ്ലേ ക്ലാസ് ഉണ്ട് നമ്മുടെ നാട്ടില്. അങ്കണവാടി ഉണ്ട്, പ്ലേ ക്ലാസ് ഉണ്ട്, അത് കഴിഞ്ഞ LKG ഉണ്ട്, UKG ഉണ്ട്, പിന്നെ 1st, 2nd, 3rd, 4th വരെ വേണം നിങ്ങൾക്ക് പഠിപ്പിക്കുക. സർട്ടിഫിക്കറ്റ് ഉണ്ട്. മോണ്ടിസോറി TTC എന്നുള്ള സർട്ടിഫിക്കറ്റ് കൊണ്ട് 4th സ്റ്റാൻഡേർഡ് വരെ പഠിപ്പിക്കാം. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എത്ര ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നമ്മുടെ നാട്ടില്. പഠിച്ച് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ജോലി കിട്ടുന്ന അത്ര ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അടുത്ത സംശയമാണ് നിങ്ങൾക്ക്, അയ്യോ എനിക്ക് പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇങ്ങനെ ജോലിക്കൊന്നും പോവാൻ പറ്റില്ല, ചെറിയ ബേബി ഉണ്ട് അല്ലെ, അല്ലെങ്കിൽ ഹസ്ബൻഡ് പുറത്താണ്, എന്റെ അമ്മ ഉണ്ട്, അമ്മായിയമ്മ വയസ്സായത് വീട്ടിലുണ്ട്, അങ്ങനെ ചിന്തിക്കുന്നവരും ഉണ്ടാവുമല്ലോ. ഞാൻ വെറുതെ കോഴ്സൊക്കെ പഠിച്ചിട്ട് എന്തിനാ അപ്പൊ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നത്, ഒരു സർട്ടിഫിക്കറ്റും കിട്ടിയിട്ട് ജോലിക്ക് പോവാനും പറ്റില്ല എന്ന്. അങ്ങനെയുള്ളവർക്ക് നിങ്ങൾക്ക് പേടിക്കുക വേണ്ട. വീട്ടിലിരുന്ന് ഓൺലൈനായിട്ട് ട്യൂഷൻസ് എടുക്കാം. ഒരുപാട് അങ്ങനത്തെ സെന്റേഴ്സ് ഉണ്ട് ഓൺലൈനായിട്ട് ട്യൂഷന്. അവരും എന്താണ് ചോദിക്കുന്നത്, മോണ്ടിസോറി സർട്ടിഫിക്കറ്റ് ഉണ്ടോന്നാ. നമ്മളിപ്പോ ഓൺലൈൻ ടീച്ചേഴ്സ് വാണ്ടഡ് എന്നൊക്കെ പറഞ്ഞിട്ട് അഡ്വർടൈസ്മെന്റ് കാണില്ലേ, അങ്ങോട്ട് വിളിച്ച് അവരാദ്യം ചോദിക്കുക നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അയച്ചു തരുമോ, മോണ്ടിസോറി ഉണ്ടോന്നാ ചോദിക്കുന്നത്. പിന്നെ അതുകൂടാതെ ഇപ്പൊ ഗൾഫിലൊക്കെ ഉള്ള ഒരുപാട് കുട്ടികൾക്ക് മലയാളമൊക്കെ പഠിക്കാൻ ആഗ്രഹമുണ്ട്. അപ്പൊ അവരൊക്കെ ഓൺലൈനിലാണ് മലയാളമൊക്കെ പഠിക്കുന്നത്. അതൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് അവര് വിളിച്ചു ചോദിക്കുമ്പോൾ പറയും ഞങ്ങൾക്ക് ഇതിന്റെ മോണ്ടിസോറി സർട്ടിഫിക്കറ്റ് ഉണ്ട്, ആക്ടിവിറ്റി ബേസ്ഡിൽ കുട്ടികളെ എനിക്ക് പഠിപ്പിക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് ധൈര്യപൂർവ്വം പറയാം. കാരണം നിങ്ങൾ ഈ ഒരു കൊല്ലത്തെ കോഴ്സ് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ അത്രയ്ക്ക് സ്മാർട്ടാവും. ഇപ്പൊ കാണുന്ന മാതിരി ഒന്നും ആയിരിക്കില്ല. നല്ല നമുക്കൊരു കോൺഫിഡന്റ് വരും സംസാരിക്കാന്. രണ്ടാൾക്കാരെ മുന്നിൽ നിന്ന് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് സ്മാർട്ടായിട്ട് സംസാരിക്കുക നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഒരു ഡെമോൺസ്ട്രേഷൻ ക്ലാസ്സിൽ എങ്ങനെയാ കുട്ടികളെ കയ്യിലെടുക്കുക, അതിലുള്ള ടിപ്സ് ആൻഡ് ട്രിക്സുകൾ എന്തൊക്കെയാ, ഇതൊക്കെ ഈ ഒരു കൊല്ലത്തെ ഈ സിറാജ് സാർ പറഞ്ഞ 5 പേപ്പറിന്റെ പുറമെ നിങ്ങളെ പഠിപ്പിച്ചിടും. അതൊക്കെ വളരെ സിമ്പിളാ. അപ്പൊ നിങ്ങൾ ഒരു അയ്യോ ഈ ടിപ്സും ട്രിക്സും ആക്ടിവിറ്റിയും ഒക്കെ എന്റെ തലയിൽ കയറുമോ എന്നുള്ളതൊന്നും പേടിക്കേണ്ട, ഒക്കെ വളരെ സിമ്പിളാണ്. അപ്പൊ പിന്നെ വേറെ പലർക്കും സംശയമോ, ഈ ഓൺലൈനിലൊക്കെ ട്യൂഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. അങ്ങനെയുള്ളവർക്ക് അതിന് വേറെ ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ വീടിന്റെ ചുറ്റുവട്ടത്തുള്ള കുട്ടികളെ വീട്ടിലേക്ക് വിളിച്ച് ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഞാൻ കഴിഞ്ഞ കൊല്ലം പഠിപ്പിച്ച ഒരു സ്റ്റുഡന്റ് ഇന്നാൾ എന്നെ വിളിക്കുന്നു, മിസ്സേ, അതിന് മുമ്പ് എന്നെ വിളിച്ചിരുന്നു, അയ്യോ മിസ്സേ എനിക്ക് ഓൺലൈനിൽ കൊടുക്കാൻ ശരിയാവില്ല, പിന്നെ ഹസ്ബൻഡ് നാട്ടിലില്ല, അതുകൊണ്ട് സ്കൂളിൽ പോയി പഠിപ്പിക്കാൻ പറ്റുന്നില്ല, അപ്പൊ എന്താ ചെയ്യുക. ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യം ചെയ്യും, വീട്ടിന്റെ അടുത്തൊക്കെ വല്ല കുട്ടികളും ഉണ്ടെങ്കിൽ ഒന്ന് വീട്ടിൽ ട്യൂഷനൊക്കെ വേണമെങ്കിൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്തോളൂ. പിന്നെ കുറെ കാലത്തിന് ശേഷം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അയ്യോ മിസ് പറഞ്ഞത് നന്നായി, ഞാനൊന്ന് നോക്കി, അപ്പൊ ആദ്യം ഒരു കുട്ടി വന്നു, പിന്നെ രണ്ടാമത്തെ കുട്ടി വന്നു, ഇപ്പൊക്ക് 30 കുട്ടികളായി, ഈ തിരക്കിൽ മിസ്സിനെ വിളിക്കാനും മറന്നുപോയി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ നല്ലൊരു ഐഡിയയും പറഞ്ഞു തന്നിട്ട് കുറെ കുട്ടികളുമായിട്ട് മിസ്സിനെ ഇങ്ങനെ മറന്നു പോവുക, അത് ശരിയാണോ എന്നൊക്കെ ഞാൻ തമാശക്ക് ചോദിക്കുകയും ചെയ്തു.
സാധാരണ കണ്ണൂരോ കാസർഗോഡോ ഉള്ള ഒരു കുട്ടിയാണ്. വളരെ അവര് പറഞ്ഞു ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു കുട്ടിയിൽ നിന്ന് തുടങ്ങിയ ട്യൂഷനാ ഞാൻ വീട്ടിലിരുത്തിയിട്ട്. അപ്പൊ ഈ പാരന്റ്സ് ഒക്കെ ചോദിക്കും നിങ്ങൾ എന്താ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെ? ഇതേ മോണ്ടിസോറി സർട്ടിഫിക്കറ്റ് ഉണ്ട്. പിന്നെ അടുത്തുള്ളവർ വന്നു, അങ്ങനെ വന്ന് വന്ന് വന്നപ്പോ അവർക്ക് സമയമില്ല. 30 കുട്ടികളെ അവർ ട്യൂഷൻ എടുക്കുന്നത്. എന്നെ പോലും ഫോൺ ചെയ്യാൻ സമയമില്ല. നാളെ എന്തോ ഒരു ഡൗട്ട് ചോദിച്ചു എന്നെ വിളിച്ചതാ. അങ്ങനെ നിങ്ങൾക്ക് എടുക്കാൻ വേണമെങ്കിൽ. ഇനിയിപ്പോ അതൊന്നും നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ എന്താണ് ചെയ്യുക? നിങ്ങൾക്ക് സ്വന്തമായിട്ട് വേണമെങ്കിൽ ഒരു പ്ലേ ക്ലാസ്സോ ഒരു ഡേ കെയറോ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ പഠിപ്പിച്ച എത്രയോ കുട്ടികളുണ്ട് സ്വന്തമായിട്ട് പ്ലേ ക്ലാസ്സും ഡേ കെയറും. അപ്പൊ നിങ്ങൾക്ക് അടുത്ത ഡൗട്ട് വന്നു, അല്ലെ എങ്ങനെയാ ഈ